ഇസ്രയേലും ഇറാനും സമ്പൂർണ്ണ വെടിനിർത്തലിന് ധാരണയായെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം 24 മണിക്കൂറിനുള്ളിൽ അവസാനിക്കുമെന്നും 6 മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ നിലവിൽ വരുമെന്നും ട്രംപ് അറിയിച്ചു. ഇറാനും ഇസ്രയേലും വെടിനിർത്തൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇറാനിലേക്ക് ഇസ്രയേലിന്റെ ആക്രമണമുണ്ടായി. ടെഹ്റാനിലും കറാജിലും റാഷ്ദിലും വൻ സ്ഫോടനങ്ങളുണ്ടായി എന്നാണ് റിപ്പോർട്ട്. വിവരങ്ങളുമായി അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കരയും ദുബായിൽ നിന്ന് അരുൺ പാറാട്ടും ഡൽഹിയിൽ നിന്ന് ആർ അച്യുതനും ചേരുകയാണ്. ആദ്യം മധു കൊട്ടാരക്കരയിലേക്ക്. മധു, ഗുഡ് ഈവനിങ്. അസാധാരണമായ ഒരു രീതിയാണല്ലോ ട്രംപ് ഇത്തവണ അധികാരമേറ്റ ശേഷം കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെ കാര്യങ്ങൾ അറിയിക്കുക. അതേപോലെ ഇത്തവണ സീസ് ഫയർ 100% സീസ് ഫയർ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഇതൊരു ഔദ്യോഗിക ഡോക്യുമെന്റ് ആണെന്ന് തോന്നുന്ന രീതിയിൽ ഡൊണാൾഡ് ജെ ട്രംപ് പ്രസിഡന്റ് ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നൊക്കെ പറഞ്ഞ ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിന്റെ മോഡലിലാണല്ലോ ഇത്തവണത്തെ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റ്. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ഔദ്യോഗികമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി ഇസ്രയേലും ഇറാനും തമ്മിൽ ഒരു സമ്പൂർണ്ണമായ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് അല്പമണിക്കൂറുകൾക്ക് മുമ്പ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഇരു രാജ്യങ്ങളും അതുപോലെ പുതിയ ആക്രമണങ്ങൾ നടത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് നമുക്കറിയാം. അതിന്റെ നിമിഷങ്ങൾക്ക് ശേഷമാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം വരുന്നത്. ഇസ്രയേലിനും അതുപോലെ ഇറാനും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ആക്രമണത്തിന്റെ ഭാഗമായി അവർക്ക് എന്തെങ്കിലുമൊക്കെ ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാനുണ്ടെങ്കിൽ ഇസ്രയേലിനൊക്കെ ചില ടാർഗറ്റ്സുകൾ ഉണ്ടായിരുന്നു, അതിന് കുറച്ച് സമയമെടുക്കുമെന്നും അതുപോലെ ഈ വെടിനിർത്തൽ ഘട്ടം ഘട്ടമായിട്ടാണ് ആരംഭിക്കുന്നതെന്നാണ് ട്രംപിന്റെ വാചകങ്ങൾ നൽകുന്ന സൂചനകൾ. എല്ലാം ശരിയായ രീതിയിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. 12 ദിവസത്തെ യുദ്ധം അവസാനിപ്പിക്കുവാൻ ഈ രണ്ട് രാജ്യങ്ങളും കാണിച്ച ധൈര്യവും കരുത്തും അതിനൊക്കെ ഡൊണാൾഡ് ട്രംപ് ഒരു വശത്ത് അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഇറാന്റെ ഭാഗത്തു നിന്ന് സാധാരണ നിലയ്ക്ക് ഐക്യരാഷ്ട്രസഭയിലെ അവരുടെ UN മിഷനിൽ നിന്നാണ് വരേണ്ടത്. അവിടെ നിന്ന് യാതൊരുവിധ പത്രക്കുറിപ്പോ സ്റ്റേറ്റ്മെന്റുകളോ ഒന്നും വന്നിട്ടില്ല. വാഷിംഗ്ടണിലെ ഇസ്രായേൽ എംബസിയും ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. അതേസമയം ഇസ്രായേൽ തങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വളരെ അടുത്താണെന്ന് ഓർക്കണം. ഞായറാഴ്ച ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു. അതേസമയം ഈ US നിർദ്ദേശിച്ച വെടിനിർത്തലിന് ഇറാൻ സമ്മതിച്ചതായി ഒരു മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥൻ റോയിട്ടേഴ്സിനോട് പറഞ്ഞതായിട്ട് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ നമുക്കറിയാം ഖത്തർ അൽ ഉദൈദ് അമേരിക്കൻ വ്യോമത്താവളം ലോകത്തെ തന്നെ ഏറ്റവും വലിയ വ്യോമസേന വിമാനത്താവളങ്ങളിൽ ഒന്നാണ്. അതിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തെ ഡൊണാൾഡ് ട്രംപ് തള്ളിക്കളഞ്ഞിരുന്നു. തന്നെയുമല്ല, ഈ ആക്രമണങ്ങൾ ആരംഭിക്കുന്നതിനും വളരെ മുമ്പേ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയ ഇറാനോട് ഡൊണാൾഡ് ട്രംപ് നന്ദിയും പറയുകയുണ്ടായി. അതുപോലെ ഈ യുദ്ധം അവസാനിപ്പിച്ച് സമാധാനത്തിലേക്ക് നീങ്ങുവാൻ ഇസ്രായേലിനോട് ആവശ്യപ്പെടുമെന്നും ട്രംപ് പറഞ്ഞു. ഈ ഇറാൻ വളരെ നേരത്തെ തന്നെ നയതന്ത്ര ചാനലുകളിലൂടെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയത് മൂലം ഏതാണ്ട് ജൂൺ 19 മുതൽ തന്നെ ഏതാണ്ട് 100ഓളം പോർ വിമാനങ്ങളുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ സൈനികരെ ഇവരെയൊക്കെ അമേരിക്കയ്ക്ക് നീക്കം ചെയ്യാൻ സാധിച്ചു. ഏതാണ്ട് 14 മിസൈലുകളാണ് ഈ വ്യോമത്താവളത്തിലേക്ക് വിക്ഷേപിച്ചത്. അതിലെ 13 തടഞ്ഞതായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത്. അതിലെ ഒരെണ്ണം നിലത്ത് വീഴുകയും ചെയ്തിട്ടുണ്ട്. തന്നെയുമല്ല, ബഹ്റൈനിലുണ്ടായിരുന്ന വിമാനവാഹിനി കപ്പലുകളുമൊക്കെ മറ്റ് ദിശകളിലേക്ക് തിരിച്ചുവിടാനും അമേരിക്കയ്ക്ക് സാധിച്ചു. ക്രിസ്റ്റീന, റീജിത്ത്. മധു കൊട്ടാരക്കര, ഇന്നലെ ഖത്തറിലെ അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിന് നേരെ ഇറാന്റെ ആക്രമണമുണ്ടായി. ഇറാനിൽ നേരിട്ട് അമേരിക്ക നടത്തിയ സൈനിക നടപടിക്കുള്ള തിരിച്ചടി എന്നാണ് ഇറാൻ അതിനെ വിശദീകരിക്കുന്നത്. ഇതിനെ എങ്ങനെ ആണ് അമേരിക്കൻ ഭരണകൂടം കാണുന്നത്? ഇപ്പോഴൊരു സമാധാനത്തിൻ്റെ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടെങ്കിലും അതിനിടയിലും ഇസ്രായേൽ അതിശക്തമായ ആക്രമണം തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന റിപ്പോർട്ട്. ഇറാന്റെ പല മേഖലകളിലും ഇപ്പോഴും ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തിൽ കനത്ത നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ അമേരിക്കയ്ക്ക് നേരിട്ടിട്ടുള്ള ഈ തിരിച്ചടിയും ഈ സമാധാന ഭാഷയും ഒരുമിച്ച് പോകുമോ മധു കൊട്ടാരക്കര? റീജിത്ത്, 2020 ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ടീമിന്റെ അവസാന കാലഘട്ടത്തിൽ ഇറാന്റെ മിലിറ്ററി ലീഡറായിരുന്ന ഖാസിം സുലൈമാനിയെ ടെഹ്റാനിലെ എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് കൊല്ലപ്പെട്ടത് ഓർക്കുന്നുണ്ട്. അത് ട്രംപിന്റെ ഉത്തരവ് പ്രകാരമായിരുന്നു. അന്ന് ഈ ബാലിസ്റ്റിക് മിസൈലുകൾ വെച്ച് ഇറാൻ സമാന രീതിയിൽ അമേരിക്കൻ വ്യോമസേനാ താവളങ്ങൾക്ക് നേരെ പശ്ചിമേഷ്യയിലേക്ക് ഇതുപോലെ മിസൈലുകൾ വിക്ഷേപിച്ചിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ് ഉടൻ തന്നെ അത് അവസാനിക്കുകയായിരുന്നു. നമ്മളിവിടെ ചേർത്ത് വായിക്കേണ്ടത്
ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറാഗ്ചി പുടിനുമായിട്ട് ഉള്ള കൂടിക്കാഴ്ച നടത്തി ഏതാണ്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇറാന്റെ ആക്രമണം ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ഇറാന്റെ മുഖം രക്ഷിക്കുവാൻ വേണ്ടി ഒരു നയതന്ത്ര തലത്തിൽ ഇത്തരമൊരു ആക്രമണം നടത്തി ഈ യുദ്ധം മൂർച്ഛിക്കാതെ പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ടുള്ള ഒരു നീക്കം ഒരുപക്ഷെ റഷ്യയുടെ പുടിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കാം എന്ന് നമുക്ക് അനുമാനിക്കാം. തന്നെയുമല്ല, പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിനോട് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം താല്പര്യപ്പെടുമെന്ന് തോന്നുന്നില്ല. കാര്യം ഡൊണാൾഡ് ട്രംപ് എന്നും ഈ യുദ്ധങ്ങൾക്കെതിരായിരുന്നു. ഇപ്പോൾ ഈ ഇറാൻ ഏറ്റവും അവരുടെ ശക്തി ക്ഷയിച്ചിരിക്കുന്ന സമയത്ത്, ഇതിനു മുമ്പ് ഒബാമയുടെയും ജോർജ് ബുഷിന്റെയും ഭരണകൂടത്ത് ആ പ്രസിഡന്റുമാർക്ക് നടക്കാത്ത ഒരു കാര്യമാണ്, ഒരു അവസരമാണ് ഡൊണാൾഡ് ട്രംപിന് വന്നിരിക്കുന്നത്, ന്യൂക്ലിയർ പ്ലാന്റുകൾ ആക്രമിക്കാനായിട്ടുള്ളത്. അതുകൊണ്ട് കൃത്യമായിട്ട് മാനഹാനി വരാതെ മറ്റ് യാതൊരു കാഷ്വാലിറ്റി ഇല്ലാതെ കൃത്യമായി അമേരിക്കയുടെ ടാർഗറ്റുകൾ ആക്രമിച്ചതിന് ശേഷം തിരിച്ചു വന്നു. അതുകൊണ്ട് തന്നെ ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാനായിരിക്കും ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിക്കുന്നത്. കൃഷ്ണ, റീജിത്ത്. മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.